ഇവരോട് ചോദിച്ചത് ഈ ബ്രോ ക്യാമ്പിൽ പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതിന്റെ ആവശ്യമുണ്ടോ? എത്രത്തോളം ആവശ്യമുണ്ട്? If you have a chance to start all over again, ഈ പ്രോട്ടോടൈപ്പ് ഇത് കൂടെ തന്നെ ഇപ്പൊ വന്ന അതേ പാത്തിൽ കൂടെ തന്നെ വരുമോ അതോ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായി ട്രൈ ചെയ്യുമോ? എന്റെ ഒരു ജനറൽ അഭിപ്രായത്തില് അങ്ങനത്തെ ഒരു കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ കരിയർ ഡെവലപ്പർ ആയിരുന്നു. അല്ല, അതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. എനിക്ക് ട്രെയിനിങ് ഒക്കെ ഡെവലപ്മെന്റിലായിരുന്നു. ഓക്കെ, വന്ന് പ്ലേസ് ചെയ്തപ്പം കമ്പനി റൂൾസ് അനുസരിച്ച് മാനേജ്മെന്റ് പ്ലേസ് ചെയ്തത് QA-ലായിരുന്നു. ഏകദേശം 250 കോടി രൂപ വാലുവേഷൻ എത്തിക്കുന്ന ഒരു കമ്പനിയാണ് യു ഗോട്ട് എ ഗിഫ്റ്റ്, വിച്ച് ഇസ് എ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി. ആൻഡ് ഞാൻ ബ്രോ ക്യാമ്പിൽ നിന്ന് പഠിച്ചിറങ്ങി നേരെ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്നതും ഈ കമ്പനിയിൽ തന്നെയാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ബിഗ് മൈൻഡ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട് ആൻഡ് ലീഡ്, ബാക്ക് ആൻഡ് ലീഡ്, ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് മുതൽ എല്ലാ കാറ്റഗറിയിലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 5-10 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള കിഡിലങ്ങളുമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും കിടില എക്സ്പോഷർ കിട്ടുമ്പോൾ ഈ കമ്പനി അകത്ത് കയറുന്നതിന് മുമ്പ് ഔട്ട്സൈഡർ ആയിട്ട് നിന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരൊന്നും എനിക്കൊരു റിപ്ലൈ പോലും തന്നിട്ടില്ല. അതിൽ പല ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സോ അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ആൻഡ് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവൻ എനിക്ക് പോലും ഇപ്പൊ പല ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. സോ 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ടൈറ്റ് സ്കെഡ്യൂളിൽ അവർക്കൊന്നും ലിങ്ക്ഡിനിൽ കയറേണ്ട ആവശ്യം പോലും വരുന്നില്ല. ബട്ട് സിൻസ് ഐ എം ഇൻസൈഡ് യു ഗോട്ട് എ ഗിഫ്റ്റ്, എനിക്ക് ഇവരുമായിട്ടെല്ലാം ഡയറക്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് തോന്നിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് ഇവിടുത്തെ പോയി ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലൂമിനാറിൽ പഠിച്ചിറങ്ങിയതും ബ്രോ ക്യാമ്പിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ഇപ്പോൾ അവർ പഠിച്ച ആ ഒരു പാത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും ജനറൽ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരം. ലൈക്ക് ആൻഡ് ഓൾസോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിനെ ഫോക്കസ് ചെയ്യാം. നമ്മൾ എല്ലാവരും പ്രോഗ്രാമിംഗ് മാത്രമേ പഠിക്കുള്ളൂ. നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിംഗ് പഠിക്കേണ്ടത്. അപ്പൊ പ്രോബ്ലംസ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പഠിക്കാം. രണ്ടും ജസ്റ്റ് ഒന്ന് മാത്രം നിൽക്കാണ്ട് പ്രോഗ്രാമിംഗും വേണം, പ്രോബ്ലം സോൾവിംഗും വേണം. അത് ഡിഗ്രിയിൽ കാര്യമില്ല. ഇപ്പൊ നമ്മളെ കമ്പനി തന്നെ +2 കഴിഞ്ഞവരുണ്ട്, +2 ഇല്ലാണ്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നവരുണ്ട്. ബേസിക്കലി ആർക്കും ഇറങ്ങാം. ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, ബേസിക്കലി ആർക്കും ഇറങ്ങാം. നിങ്ങളുടെ പാഷൻ ആയിരിക്കണം പ്രോഗ്രാമിംഗ്. ഡെവലപ്മെന്റിന്റെ 3 ആസ്പെക്ട് ആണ്. ഒന്ന് പ്രോഗ്രാമിംഗ്, സെക്കൻഡ് പ്രോബ്ലം സോൾവിംഗ്, തേർഡ് തീരെ അറിയാത്തൊരു സാധനം പഠിച്ചെടുക്കാനുള്ളൊരു കഴിവാണല്ലോ. അത് നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എന്റെ ഒരു ജനറൽ അഭിപ്രായത്തില് അങ്ങനത്തെ ഒരു കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് പ്രോഗ്രാമിംഗ് അറിയില്ല, പ്രോബ്ലം സോൾവിംഗ് ഉള്ളതാണ്. ജെൻസ് തൊട്ടുള്ള ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്. ബേസിക് ഹ്യൂമൻ സ്കില്ല് തന്നെ വേണം പറയാം. പ്രോഗ്രാമിംഗിലെ പ്രോബ്ലം സോൾവിംഗിലേക്ക് കൂടി ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. അതിനായിട്ട് ഒരു കോഴ്സിന് പോകണമെന്നില്ല. മനസ്സിലായി. പിന്നെ സെൽഫായിട്ട് എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് ധാരണയില്ലാത്ത കുറെ ആൾക്കാർ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് ഇനീഷ്യലി ഇപ്പം ഞാൻ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യണോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ നമ്മളിപ്പോ ഡെയിലി നമ്മളെ കോൺവെർസേഷനിൽ പ്രോഗ്രാമിംഗ് പൈത്തൺ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നവർ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഭയങ്കര നോർമൽ ടേംസ്. ഇത് തീരെ അറിയാത്തൊരു ആൾക്ക് ഇങ്ങനത്തെ ടേംസ് അറിയില്ല, ടെക്നോളജീസ് അറിയില്ല, അവർക്ക് ഓഫ്കോഴ്സ് കോഴ്സ്. അല്ലാത്തവർ എന്ത് ചെയ്യും? അല്ലാത്തവരും എല്ലാം നോക്കും, സ്റ്റാർട്ടിങ്ങിൽ എല്ലാം നോക്കും. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നിൽ പോയി സെറ്റിൽ ആവും. അതായത് മതി. മറ്റേ കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കും, പക്ഷെ ബെറ്റർ ഇതാണ്. നമ്മൾ എല്ലാത്തിലും തൊട്ടു. മനസ്സിലായി. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് കുറെ ടൈം പോകത്തില്ലേ? കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ ബെറ്റർ അതാണ്. നമ്മൾ ആ ഒരു നോളജ് ബിൽഡ് ചെയ്യുന്ന സമയത്തും സ്കിൽസ് ബിൽഡ് ചെയ്യുന്ന സമയത്തും ബെറ്റർ അതാണ്. കാരണം ഞാൻ കുറെ ടെക്നോളജീസ് തൊട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ഫ്യൂച്ചറിലും ലേണിംഗ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇന്നിപ്പം നമ്മൾ ജാങ്കോല ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ പ്രോജക്റ്റും ജാങ്കോ തന്നെ ചെയ്യാൻ പറ്റില്ല. ജാങ്കോ ആവശ്യമില്ലാത്ത കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. ജാങ്കോനെക്കാട്ടും ബെറ്റർ ടെക്നോളജീസ് അപ്പൊ നമുക്ക് ഇപ്പം എല്ലാത്തിലും ജസ്റ്റ് ഒരു ചെറിയൊരു നോളജ് ബേസ് ഉണ്ടെങ്കിൽ അവിടെ സാധനം ഉണ്ട് എന്നറിയാം. സാധനം അറിയണമെന്നില്ല, ഇന്ന ഫീച്ചർ അവിടെ ഉണ്ട്. ഫീച്ചർ എന്താണെന്നോ ഫീച്ചർ എങ്ങനെ ചെയ്യുന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എല്ലാം ടൂൾസ് ആണ്. പണി അറിഞ്ഞാൽ മതി. ടൂൾസ് ആവശ്യാനുസരണം ഇത്രയും ഓപ്ഷൻസ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മനസ്സിലായി. ഓക്കെ ബ്രോ, താങ്ക്സ്.
മോനെ പപ്പ പൈത്തൺ പഠിക്കാൻ പറ്റും. പക്ഷെ പഠിപ്പിക്കാൻ പറ്റത്തില്ലതാ. നീ പഠിക്കാൻ വേണ്ട, പഠിപ്പിക്കാൻ വേണ്ട, പുതിയ പിള്ളേർ എങ്ങനെ പഠിക്കും അത് പറയും. എന്റെ ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കാം. പ്രോട്ടോടൈപ്പ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ നിന്റെ അഭിപ്രായം? വേണോ വേണ്ടേ? ഇഫ് യു ഹാവ് എ ചാൻസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ, നീ പ്രോട്ടോടൈപ്പ് ഇത് കൂടെ തന്നെ ഇപ്പൊ വന്ന അതേ പാത്തിൽ കൂടെ തന്നെ വരുമോ, അതോ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായി ട്രൈ ചെയ്യുമോ? പ്രീമിയത്തിന്റെ ആളാണ്, അപ്പോൾ ഇല്യാസ് പ്രീമിയം എടുക്കും. പ്രോട്ടോടൈപ്പ് നല്ലൊരു ചോയ്സാണ്. മലയാളം പ്രോട്ടോടൈപ്പ് നല്ലതാണ്. ഓൺലൈനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. ഓഫ്ലൈൻ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ഒരുപാട് ഡെവലപ്പേഴ്സിന്റെ ബഗ്സ് ഒക്കെ കണ്ടുപിടിച്ച ഒരു ഹെവി QA എഞ്ചിനീയർ ആണ് അല്ല. സോ എങ്ങനെയാണ് ഈ ഒരു കരിയറിലോട്ട് വരേണ്ടത്? എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാണ് എന്റെ ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ കയറുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം അൺഫോർച്ചുനേറ്റ്ലി ഉദ്ദേശിച്ച ഫീൽഡിലല്ല വന്നിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ. QA എത്തി, പിന്നെ അവിടെ തന്നെ കരിയർ കണ്ടു. ഡെവലപ്പർ ആയിരുന്നു? അല്ല, അതായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. എനിക്ക് ട്രെയിനിങ് ഒക്കെ ഡെവലപ്മെന്റിലായിരുന്നു. ഓക്കെ. വന്ന് പ്ലേസ് ചെയ്തപ്പം കമ്പനി റൂൾസ് അനുസരിച്ച് മാനേജ്മെന്റ് പ്ലേസ് ചെയ്തത് QAയിലായിരുന്നു. അങ്ങനെയാണ് QAയിൽ എത്തിയത്. പിന്നെ ഏതാണെങ്കിലും ഡെവലപ്പർ ആണെങ്കിലും QA ആണെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത് വാട്ട് എവർ പ്രോഡക്റ്റ് നമ്മൾ ഏതിൽ വർക്ക് ചെയ്യുന്നു ആ പ്രോഡക്റ്റിന്റെ ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവരൊക്കെ QAയിൽ കയറി വരാൻ അല്ല, കുറച്ച് ബേസിക്സ് കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക്സ് എന്തായാലും വേണം. നമുക്ക് അതിന്റെ ഒരു ആർക്കിടെക്ചർ ഒക്കെ എന്തൊക്കെയാന്ന് അറിഞ്ഞാല് ഒരു ഫ്ലോ ഒക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ QA ആവാൻ താല്പര്യമുണ്ട് ഒരാൾക്ക് എന്ന് വെച്ചോ, അപ്പൊ പുള്ളിക്കാരത്തി അല്ലെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, അപ്പൊ ഈ ലൂമിനാർ പോലത്തെ കോഴ്സ് ഒരുപാട് പേര് പറഞ്ഞു. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ബെറ്റർ ആയിരിക്കും ആ ഒരു ഓപ്ഷൻ? അവർക്ക് പഠിക്കാൻ മീൻസ് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡെവലപ്പേഴ്സിന് നമ്മുടെ കമ്പനിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ മലയാളം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു ഇൻട്രസ്റ്റ് ഇട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീൽഡിൽ സെറ്റ് ആണ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഹാപ്പിയാണോ? ടിപ്സ് കൊടുക്കാറുണ്ടോ? ഇരുന്ന് പഠിക്കുക തന്നെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, പ്രോട്ടോടൈപ്പ് ചൂസ് ചെയ്യാനായിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുക. പ്രോട്ടോടൈപ്പിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 10ൽ 10 കൊടുക്കാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഡെവലപ്പർ ആവാൻ താല്പര്യമുള്ള ഒരു പയ്യന് പ്രോട്ടോടൈപ്പ് 100% ചൂസ് ചെയ്യാം. ഓക്കെ. ഡെവലപ്പർ ആവാൻ നമ്മൾക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ പലതും പഠിച്ച് അവിടെ ഇവിടെ പല കോഴ്സ് എടുത്ത് ഞാൻ തന്നെ 60,000 രൂപയുടെ കോഴ്സൊക്കെ എടുത്ത് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പോകുന്ന കുറേ പിള്ളേരില്ലേ, അവർക്ക് എന്ത് പറയണം? നിനക്ക് എന്തെങ്കിലും നിന്റെ അടുത്തൊരു പയ്യ വന്ന് ചോദിക്കുക, ചേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അത് പക്ഷെ ജനറൽ ആയി പോയില്ലേ? നിങ്ങൾ സെൽഫ് ലേണർ അവൻ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, കുറേ ഡൗട്ട്സ് ഉണ്ടാവില്ലേ? അപ്പം നിനക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ അത് മാത്രം ഫോളോ ചെയ്തല്ലേ? റോഡ് മാപ്പ് പറയുന്നത് മാത്രം ഫോളോ ചെയ്ത് പോവാ? ഞാൻ പറയില്ല, കാരണം ഞാൻ മിക്സഡ് വീഡിയോസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ടന്റ് ഒരിടത്ത് നിന്ന് പല യൂട്യൂബേഴ്സിന്റെ കണ്ടിട്ടുണ്ട്. ചിലരുടെ അത് ജാങ്കോ പറഞ്ഞ നല്ലതായിരിക്കും, ചിലരുടെ പൈത്തൺ നല്ലതായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ഞാൻ കണ്ടേക്കണേ. ഫേവറേറ്റ് ചോദിച്ചത് ഈ ബ്രോ ക്യാമ്പിൽ പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതിന്റെ ആവശ്യമുണ്ടോ? എത്രത്തോളം ആവശ്യമുണ്ട്? അവിടെ നമ്മൾ കിക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ചിലപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അതൊരു സീനാണല്ലേ? ഒരു പ്രഷർ നമുക്കുണ്ടാവും. ഓക്കെ. ഇതാണെങ്കിൽ നമ്മള് നീ ബ്രോ ക്യാമ്പിൽ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സ്റ്റാറ്റസിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എത്താൻ പറ്റുമോയിരുന്നോ ഇല്ലയോ? അങ്ങനെ എന്തെങ്കിലും പറ്റില്ലായിരുന്നു. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിരുന്നു സാധനം. ഓക്കെ ബ്രോ, താങ്ക്സ്. എന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ 30-ാം വയസ്സിലാണ് ഡെവലപ്പറായത്. സീരിയസ്ലി? ഓക്കെ, 30-ാം വയസ്സിലെ ഡെവലപ്പറായ ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ്? അതിനു മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതിനു മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും, ഡോക്യുമെന്റേഷനാണ്. ഓക്കെ. അത് കഴിഞ്ഞ് നാട്ടില് എനിക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു. ഞാൻ കോയമ്പത്തൂരായിരുന്നു വർക്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ നാട്ടിൽ വരേണ്ടി വന്ന് പിന്നെ ഇവിടെ സെറ്റിൽ ആവാനുള്ള പരിപാടി നോക്കുമ്പോൾ വേറെ പല ട്രൈ ചെയ്ത് നോക്കി, ബിസിനസ് ഒക്കെ ചെയ്ത് നോക്കി, ഒന്നും കൊണ്ട് ക്ലിക്ക് ആയില്ല. പിന്നെ പണ്ട് തൊട്ട് ഈ IT-നോടൊരു താല്പര്യമുണ്ട്. എഞ്ചിനീയർ ആണ്, പക്ഷെ ഒന്നും അറിയില്ലെങ്കിലും ആ വഴിക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോയി നോക്കി. എങ്ങനെ എന്ത് കോഴ്സ് എടുത്തോ? ഞാൻ എന്ത് കോഴ്സ് എടുത്ത് റിവീൽ ചെയ്യാൻ പറ്റുമോ? പ്രോട്ടോടൈപ്പിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഒരു പയ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാനും ഒരു പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ പോയി. സെയിം പിച്ച്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പിനെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഓക്കെ പറയൂ ഒരു പയ്യൻ? ഓക്കെയാണ്, 100%. ഓക്കെ. ഓണർ റിലേറ്റഡ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോടെ? ഉറക്കെ പറയണം. ഓക്കെ. ഒരു പെൺകുട്ടി QA ആവണം. ഓക്കെ.
എന്താ ചെയ്യണ്ടേ? എങ്ങനെ ക്യൂ ആവാം? ഒരു ക്യൂ ഡെവലപ്പർ ആവാൻ, ക്യൂ എഞ്ചിനീയർ, സോറി കുസൃതി ചോദ്യമല്ല. നിങ്ങൾ എങ്ങനെ ക്യൂ ആയതാ? അത് കരിയർ പാത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. സ്കില്ല് മതി. എന്ത് സ്കില്ല് വേണ്ട? ഒരു കുട്ടി കേൾക്കുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്താ പറയാ? ലൂമിനാറിൽ പോയി പഠിക്കുന്നതിനെ പറ്റി. ലൂമിനാറിൽ പോയി പഠിക്കണം എന്നാണ് പറയുന്നത്. ലൂമിനാറിൽ പോയി പഠിച്ചല്ലേ നീ? 100 ഒരു 100% എത്ര ഓക്കെ ആണ് അവര് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ? അവിടെ മാനുവൽ മാത്രമാണ്. പക്ഷെ ഒരു ഐഡിയ ഇല്ലാണ്ട് എങ്ങനെ ക്യൂ ആവാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൂമിനാർ അല്ലേ? കുറച്ചൊക്കെ ഐഡിയ വേണം. ഓക്കെ, മാക്സിമം എത്ര രൂപയ്ക്ക് ഉള്ള കോഴ്സ് എടുക്കാം? 30,000 ആണ് ഒരു ആവറേജ് പിടിക്കാൻ പറ്റുന്നത്. 30,000 വെച്ചിട്ട് റേഞ്ച് പിടിച്ചാൽ മതി. ഓക്കെ, 30,000 രൂപയുടെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ട് പഠിച്ചാൽ ക്യൂ എഞ്ചിനീയർ ആവാവുന്നതാണ്. 30,000 കോഴ്സ് എടുത്ത് ക്യൂ ആയില്ലെങ്കിൽ ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ പറയുക? ഡേറ്റ അനലിസ്റ്റ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി സമ്മതിച്ചു തരുന്നില്ല, പുള്ളി പറഞ്ഞു തരുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാറുണ്ട്. എങ്ങനെ നീ ക്യൂ ആയി? ആ പാത്ത് ഒന്ന് പറഞ്ഞു തരുമോ? നീക്ക് എങ്ങനെ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഒരു ക്വസ്റ്റ്യൻ. അതായത് ഡെവലപ്പേഴ്സ് ആവാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പാത്ത് പറഞ്ഞു തരാറുണ്ടോ? എങ്ങനെ ഡെവലപ്പർ ആവണം? ഐ മീൻ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പക്ഷെ മെക്കാനിക്കലൊക്കെ എടുത്തത്. അപ്പോൾ ഒരു ഫീൽഡ് കണക്ഷനും ഇല്ല. അപ്പോൾ പ്രോട്ടോടൈപ്പ് അതുപോലത്തെ കോഴ്സൊക്കെ എടുക്കുന്നതാണ് പൊതുവേ ഉള്ളൊരു രീതി. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? സെൽഫ് ലേണിംഗ്, സ്വന്തമായിട്ട് മൈൻഡ് സെറ്റ് വെച്ച് സെൽഫായിട്ട് ലേൺ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഡെവലപ്പറായ കരിയറിനകത്ത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ല ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യാവോ? നമ്മളെല്ലാം എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു കാര്യങ്ങൾ പഠിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാലോ അത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, താങ്ക് യു. എന്താ നീ ചെയ്തത്? ക്യൂ എഞ്ചിനീയർ ആണ്. അതിന് മുമ്പ് എന്താ പഠിച്ചേ? ഏത് കോഴ്സ് എന്ന് പറയാമോ? ലൂമിനാർ, അതാണ് ഞാൻ ചോദിച്ചത്. ലൂമിനാർ എന്നാണ്. അപ്പൊ ലൂമിനാറിന് കോഴ്സ് ചെയ്താൽ ഈസി ആയിട്ട് നീ അപ്രൂവ് ചെയ്യുന്നുണ്ടോ ലൂമിനാറിനെ? അടിപൊളിയാണ്. iOS ഡെവലപ്പർ. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പയ്യൻ iOS ഡെവലപ്പർ ആവാനായിട്ട് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ അവൻ എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്? iOS ഡെവലപ്പർ പഠിക്കണം. എവിടെ പഠിക്കണം? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാൽ മതി. യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അല്ല, എൻ്റെ ഒരു ഡൗട്ട്, സ്വന്തമായിട്ട് മാക്ക് വേണം, മസ്റ്റാണ്. ഓക്കെ, എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? കാശ് കൊടുത്തിട്ട് വലിയ പാക്കേജ് 1,00,000 അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ആദ്യം വേണ്ടത് മൈൻഡ് സെറ്റാണ് വേണ്ടത്. നമ്മൾ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താകണം എന്നുള്ളത് ഇനീഷ്യൽ പ്ലാനിങ് ആണ്. അതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി, അതായത് ലേണിംഗ്സ് എടുക്കാൻ വരും. എക്സ്പേർട്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആ ലെവലിൽ കീപ്പ് ചെയ്യുക. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ടീച്ചർ അണ്ടറിൽ വർക്ക് ചെയ്യുക, ഒരു ഇൻസ്ട്രക്ടർ അണ്ടറിൽ വർക്ക് ചെയ്യുക. ടീച്ചർ ഇൻസ്ട്രക്ടർ രണ്ടും ഡിഫറെന്റ് ആണ്. ഇത് ചെയ്യുന്നത് ചെയ്യണം എന്നേ പറയുള്ളൂ. രണ്ട് വ്യത്യാസം. ഒരിക്കലും പഠിക്കരുത്. ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ അണ്ടറിൽ പഠിക്കുക. അതാണ് ഏറ്റവും വലിയ. നല്ലൊരു എൻവയോൺമെന്റിൽ പോവാ. ചുറ്റും പഠിക്കാൻ താല്പര്യം. വേറെ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ഈ സ്വന്തമായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് 1,00,000-ന്റെയും 2,00,000-ന്റെയും ഹെവി ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എടുക്കുക പല ആൾക്കാരും. അപ്പൊ അതിനെപ്പറ്റി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോ പെട്ടെന്ന് മടുപ്പ് വരും, മടിയാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മള് നല്ലൊരു എൻവയോൺമെന്റിലാണെങ്കിൽ ആ എൻവയോൺമെന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. പിന്നെ ചുറ്റുമുള്ളവർക്ക് കിട്ടുന്ന ബഗ്സ്, എറേഴ്സ്, അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഫുള്ള് നോളേജ് ആണ്. ഒരു നോളേജ് ലെവലിലേക്ക് അപ്പൊ അതിന്റെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും.